റാപ്പർ വേടനെതിരെ ലൈംഗിക അതിക്രമത്തിന് പുതിയ കേസ്. ഗവേഷണ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസാണ് നിയമ നടപടി തുടങ്ങിയത്. നിതിൻ സേവ്യറിന്റെ വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, എന്താണ് ഇവരുടെ പരാതിയിൽ പറയുന്നത്? ജീന, മുഖ്യമന്ത്രിക്ക് നേരത്തെ രണ്ട് പെൺകുട്ടികൾ വേടനെതിരെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ ഒരു പരാതി കൊച്ചി പോലീസിന്റെ പ്രദേശത്തുള്ളതാണ്. അതുകൊണ്ടാണ് DGP മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും DGPയിലേക്ക് നൽകിയ പരാതി. അത് DGPയുടെ ഓഫീസ് കൊച്ചി സിറ്റി പോലീസിന് കൈമാറുകയായിരുന്നു. ഈ പരാതിയിലാണ് ഗവേഷണ വിദ്യാർത്ഥിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IPC 354, 354A, 294 തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ വേടനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അവമാനിക്കുക, ലൈംഗിക അതിക്രമം നടത്തുക, അശ്ലീല പ്രയോഗം നടത്തുക, ലൈംഗിക അംഗവിക്ഷേപങ്ങൾ കാണിക്കുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. നിലവിൽ ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസടക്കം വേടനെതിരെ നിലവിലുണ്ട്. ഈ കേസിൽ ഇന്നും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നടന്നിരുന്നു. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളാണ് കോടതി വിധി പറയാനിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടി റാപ്പർ വേടനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒരു പരാതിയിൽ ഇപ്പോൾ റാപ്പർ വേടനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ജീന, ശരി, നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.